ഹലോ ഗൈസ്, ഒരു ഗുസ്റ്റേക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം 2 വർഷത്തിന് മേലെയായിട്ടുണ്ടാവും ഈ ഒരു ചാനൽ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഇടാണ്ടായിട്ട്. കാരണം വേറെ റീസൺസ് കാരണം അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഏകദേശം 2 വർഷത്തിന് മേലെ. ഇനി മുതലേ ഈ ഇൻസ്റ്റാഗ്രാമിലായിട്ടുള്ള കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്ന കാര്യത്തിലേക്ക് എന്തെങ്കിലും കിടക്കാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു 3 പുതിയ സെറ്റിംഗ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, ഏത് അക്കൗണ്ട് ആയാലും ശരി, നമ്മുടെ അക്കൗണ്ട് ആരൊക്കെ വന്ന് നോക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് വേറെ 2 സെറ്റിംഗ്സിനെ കുറിച്ച് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പല രീതിക്ക് ഹാക്കായി പോകുന്നുണ്ട് അല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം മോർണിംഗിൽ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള, അതായത് ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ പല കറൻസികളുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ആഡ് എന്ന നിലയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നു. അവിടെ ആക്ച്വലി നടക്കുന്നത് നമ്മുടെ അക്കൗണ്ട് വേറൊരാളെ ഹാക്ക് ചെയ്തെടുത്തിട്ട് അവരെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാക്കായി പോകുന്ന അക്കൗണ്ട് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ഒരു സെറ്റിംഗ്സ് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സെൽഫി വെരിഫിക്കേഷൻ എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വരിക, അതിനുശേഷം മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇതിൽ അക്കൗണ്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ടാബിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂന്നാമതായി കിടക്കുന്ന കണ്ടില്ലേ വെരിഫിക്കേഷൻ സെൽഫി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അടിയിൽ കാണുന്ന ബ്ലൂ കളറിലെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്ത മെയിലിലേക്ക് ഒരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊരു പേജാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ മെയിലിൽ വരുന്ന OTP തെറ്റാതെ തന്നെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൽഫി വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് അടിയിൽ കണ്ടില്ലേ സ്റ്റാർട്ട് സെൽഫി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട്, ലെഫ്റ്റിക്ക് തലതിരിക്കണം, റൈറ്റിക്ക് തലതിരിക്കണം, മേലേക്ക് നോക്കണം. അതൊക്കെ ആ അടിയിൽ എഴുതി കാണിക്കുന്നത് എന്താണോ അതേപോലെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെൽഫി അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലൂടെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി പോയ അക്കൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഇപ്പം തന്നെ ചെയ്തു വെച്ചോളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറെ സജസ്റ്റഡ് കണ്ടന്റ്സും പിന്നെ സെർച്ചിൽ എക്സ്പ്ലോർ പേജിൽ അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഇഷ്ടമുള്ളതുണ്ടായിരിക്കും, ഇഷ്ടമല്ലാത്തതുണ്ടായിരിക്കും. ചിലപ്പോൾ കൂടുതലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ടായിരിക്കും. സജസ്റ്റഡ് കണ്ടന്റും എക്സ്പ്ലോർ പേജിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സെറ്റിങ്സ്, നമ്മുടെ സജസ്റ്റഡ് കണ്ടന്റ്സും പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോർ പേജും എങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാം അത് നോക്കാം. അതിനായിട്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക, പ്രൊഫൈലിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ 7ാമത്തെ ഓപ്ഷനായ റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് എന്ന് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ വീണ്ടും റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് കണ്ടില്ലേ, അതിൽ തൊടുക. പിന്നെ വീണ്ടും ഒരു ഡയലോഗ് ബോക്സ് വന്നു, അതിൽ വീണ്ടും ആ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുക, റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ്. അപ്പോൾ അക്കൗണ്ട് ലോഡായി റീഫ്രഷ് ആയിട്ട് നമ്മൾ വരുന്ന ഫീഡുകളും പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോറൽ പേജിൽ വരുന്ന റീൽസും വീഡിയോസും ഒക്കെ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാര്യം, ഇപ്പോൾ നമ്മൾ മുന്നേ ഈ സെറ്റിങ്സ് ചെയ്യണേക്കാൾ മുന്നുള്ള കാര്യങ്ങളായിരിക്കില്ല ഇതിന് ശേഷം വരുന്നത്. മൊത്തത്തിലൊന്ന് മാറി പുതിയ കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സജസ്റ്റഡ് കണ്ടന്റ് അതുപോലെ തന്നെ എക്സ്പ്ലോർ പേജ് എല്ലാം റീസെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സെറ്റിംഗ്സ് ആയ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിനായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലിൽ വരിക, ദെൻ മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ താഴേക്ക് നീക്കുമ്പോൾ അവിടെ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ യു മേ വാണ്ട് ടു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ അക്കൗണ്ട്സ് കാണിക്കുന്നുണ്ടാവും. ആ കാണിക്കുന്ന അക്കൗണ്ട്സാണ് നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ട്സൊക്കെ വന്ന് നോക്കുന്നത്. ഇതിപ്പോൾ ഇതിലൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു മെയിൻ അക്കൗണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ കുറേ അക്കൗണ്ട്സ് കാണിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടുകളാണ് ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് നോക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 സെറ്റിംഗ്സ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടട്ടെ. ഇനി ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമിലായിട്ടുള്ള കുറെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലും അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. I'm like, hey, what's up?